الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇർത്തിദാദിന്റെ കാണാപ്പുറങ്ങളെന്നാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും ഇന്ന് ഇർത്തിദാദ് വ്യാപകമായി ഇസ്ലാമിൽ നിന്നും വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, വിശ്വാസം കൊണ്ട് ഒക്കെ മനുഷ്യർ വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഏറ്റവും പ്രസക്തമായൊരു വിഷയമാണ്. പക്ഷെ ഇർത്തിദാദിന്റെ കാണാപ്പുറങ്ങൾ കാണണമെങ്കിൽ അത് നടക്കുന്ന സ്ഥലത്ത് പോയി നോക്കണം. ഒരു ഡയഗ്നോസിങ് ഇല്ലാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. ചെറിയൊരു പനിക്ക് വേണ്ടി പോയാലും പനി പലതരത്തിലുണ്ട്. അപ്പൊ എന്ത് പനിയാണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് പനിയുടെ കാരണം കണ്ടുപിടിച്ചിട്ട് കാരണത്തിനെയാണ് ചികിത്സിക്കേണ്ടത്, പനിയല്ല. അതൊരു പൊതുതത്വമാണ്. ഞങ്ങളുടെ നാട്ടിലെ ഡോക്ടർ തമാശയ്ക്ക് പറഞ്ഞു, ഒരു ഹസ്ബൻഡും വൈഫും കൂടി കൺസൾട്ടിങ്ങിന് വന്നു. സംഭവം എന്താണ്? മുകളിൽ നിന്ന് ഒരു പാമ്പ് ഇങ്ങനെ തോളിൽ, വൈഫിന്റെ തോളിൽ വീണിട്ട് ഇങ്ങനെ ചാടിപ്പോയി. കടിച്ചില്ല, ഒന്നും ചെയ്തില്ല. അപ്പൊ ഡോക്ടർ ചോദിച്ചു, എന്ത് പാമ്പാന്ന് ചോദിച്ചു. അതൊരു എന്താ പറയാ, ഒരു ചേരയായിരുന്നു പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എന്താ പിന്നെ കുഴപ്പമൊന്നുമില്ല, ചേരയല്ലേ, അതിന് വിഷമൊന്നും ഉള്ളതല്ല, കടിച്ചിട്ടുമില്ല, സമാധാനം പോയിക്കെന്ന് പറഞ്ഞു. അപ്പം ആ സ്ത്രീ പറഞ്ഞു, അല്ല സാർ എന്ത് ഡയഗ്നോസ് ചെയ്യണം, എന്നെ CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത്ര നിസ്സാര കാര്യത്തിന് പോലും ഗ്രാമീണയായ ഒരു സ്ത്രീ പോലും പറയുന്നത് CT സ്കാൻ ചെയ്ത് എന്നെ സ്കാൻ ചെയ്യണം, ഡയഗ്നോസ് ചെയ്യണമെന്നാണ്. അപ്പൊ എന്താണ് ഇന്ന് ഇസ്ലാമിൽ നിന്ന് ജനങ്ങൾ ഇങ്ങനെ പല ഭാഗങ്ങളിലും പല കാരണങ്ങളുടെ പേരിൽ പോകുന്നു? അതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? എന്ന് കാണാപ്പുറങ്ങളിലോ ഇതുപോലുള്ള ഒരു കൊട്ടിയടച്ച ശീതീകരിച്ച ഒരു ഓഡിറ്റോറിയത്തിൽ ഞാനും നിങ്ങളും ചിന്തിച്ചാൽ മനസ്സിലാകും എന്നെനിക്ക് അഭിപ്രായമില്ല. മറിച്ച് നമ്മൾ ഇറങ്ങി സഞ്ചരിക്കണം, ഉമ്മത്തിൻ്റെ ഇടയിൽ സഞ്ചരിക്കണം. എവിടെയാണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്താണ് പരിഹാരം മാർഗം? വളരെ സിമ്പിളാണ്. അടുത്ത കാലത്തൊക്കെ നമ്മുടെ നാടുകളിൽ നിന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്ത ധാരാളം യാത്രാ സംഘങ്ങൾ തിരിച്ചു വന്നിട്ട് അടുത്ത നാളുകൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ധാരാളം പുരാതനമായ അറബികളുടെ മക്കളെ കണ്ടു. അവർ രണ്ട് കൈയിലും മദ്യക്കുപ്പികൾ പിടിച്ച് അവരിങ്ങനെ നാടുറോഡ് നൃത്തമാടുകയായിരുന്നു. അവർ ചെറുപ്പക്കാരനെ വിളിച്ചു സ്നേഹത്തോടെ. അവർ കണ്ടപ്പോൾ ഓടി വന്നു, പറഞ്ഞു, ഞങ്ങളുടെ പൂർവികരൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകളായിരുന്നു, ഞങ്ങൾ ഈ നാട്ടിൽ വന്നു, ഈ സംസ്കാരത്തിൽ ഞങ്ങൾ വഴുതി വീണ് ഇങ്ങനെയായിപ്പോയി. സ്നേഹത്തോടെ വിളിച്ചു, അവരെ കൊണ്ടുപോയി അവർക്ക് വെള്ളവും ചായയോ കൊടുത്തു, സംസാരിച്ചു. ചുരുക്കി പറഞ്ഞാൽ കുറഞ്ഞ ദിവസങ്ങൾ അവരുടെ കൂടെ സഹവസിച്ചോടുകൂടി ആ ഇർത്തിദാദിൽ നിന്നും അവർ മാറി, അവരുടെ ഫാമിലി മാറി, അവർ ബന്ധപ്പെട്ടവർ മാറി, ഒത്തിരി ആളുകൾ മാറി. ഇന്ന് വിദേശ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ നാടുകൾ, നമ്മുടെ ഗ്രാമങ്ങളിലുള്ള പുതിയ ജനറേഷനിൽ ചെറുപ്പക്കാരായ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും നല്ലൊരു ശതമാനം ആളുകളും ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിലും അല്ലാത്തതിൻ്റെ പേരിലും ഒക്കെ ധാരാളം പേര് ഇതിൻ്റെ വക്കിലാണ്. പലരും ഈ അതിർവരമ്പുകൾ കടന്നു കഴിഞ്ഞു എന്നതാണ് സത്യം. ഇവിടെയാണ് ഇതിനെന്താണ് പരിഹാരം? ഈമാനിൽ നിന്നും വ്യതിചലിക്കുന്നതിന്റെ പരിഹാരം സിമ്പിളാണ്. ഈമാനികമായ ചൈതന്യം ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഉടമസ്ഥനായ അല്ലാഹ്, ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹു, അവൻ ഏകനാണ്. വഹ്ദഹു ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരില്ല, സഹായിയില്ല. അവൻ ഒറ്റയ്ക്കാണ് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതും എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കും അവനാണ്. അവനിലേക്കാണ് തിരിച്ചു പോകേണ്ടത്. എവിടുന്ന് വന്നു, എന്തിനു വന്നു, എങ്ങോട്ട് പോകണം? 3 സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാനും നിങ്ങളും ഈ ഉമ്മത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് ജീവിക്കേണ്ടതാണ്. വന്നത് അല്ലാഹുവിൽ നിന്നതാണ്.
യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. റൂഹ് അല്ലാഹുവിന്റെ അംശമാണ്. ആ റൂഹ് എന്നിലും നിങ്ങളിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മളായത്. ഇനി എന്തിനു വന്നു? ഇതൊരു താൽക്കാലിക ജീവിതമാണ്. ദിസ് ഈസ് നോട്ട് ലൈഫ്. ദിസ് ഈസ് നോട്ട് ലൈഫ്. ദിസ് ഈസ് ദ പ്ലേസ് ഫോർ പ്രിപ്പറേഷൻ ഫോർ എവർലാസ്റ്റിംഗ് ലൈഫ്. ഈ ഒരു കൺസെപ്റ്റ്, ഇത് ജീവിതമല്ല. ഇന്നത്തെ ചെറുപ്പക്കാർ എഴുതിയിരിക്കുന്ന 2 വാചകങ്ങളാണ്. ഇന്നത്തെ ചെറുപ്പക്കാർ സമൂഹത്തെ എഴുതിയിട്ട് 2 വാചകങ്ങളാണ്. ഇതാണ് ജീവിതം. ഒന്ന്, ഏറ്റവും തെറ്റായ വാചകം, ഇതാണ് ജീവിതം. രണ്ടാമത് പറയും, അതുകൊണ്ട് മക്കളെ അടിച്ചു പൊളിച്ചോ ജീവിതം. രണ്ടും തെറ്റാണ്. അടിച്ചാൽ പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി പോകും ജീവിതം. ആയിരങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോയി, തകർന്നു. ഇനി മറ്റുള്ളവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് വന്നത് ഇവിടെ ജീവിക്കാനല്ല. But we have to prepare for everlasting Jannah, ever-ending life, ever-ending Jannah, everlasting Jannah. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. പോകുന്നത് എങ്ങോട്ടാ? സിമ്പിളാണ്. പോകുന്നത് അള്ളാഹുവിലേക്കാണ്. എവിടെ നിന്ന് വന്നോ അങ്ങോട്ടാണ് പോകുന്നത്. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെല്ലാം അള്ളാഹുവിൻ്റെതാണ്, അവനിലേക്ക് നമ്മൾ മടങ്ങുന്നവരാണ്. ഒരാളെ ചോദിച്ചു, ആ വാപ്പ, ആ ഉപ്പ അല്ലെങ്കിൽ വാപ്പ മരിച്ചു പോയി. എന്നാണ്. എങ്ങോട്ട് പോയി? വേർ ഹി ഹാവ് ടു ഗോൺ? എവിടെ പോയി? ഒറ്റ മറുപടി, അള്ളാഹുലേക്ക് പോയി. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റ് ഈ ഉമ്മത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ചെറുപ്പക്കാരിലും പ്രായമുള്ളവരിലും ആണുങ്ങളിലും പെണ്ണുങ്ങളിലും മുഴുവൻ മനുഷ്യരിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം, ഏതു പരിശ്രമത്തിലൂടെയാണോ ഇന്നത്തേക്കാൾ അധപ്പതിച്ച ഒരു അറബി സമൂഹത്തെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബഹുമാനപ്പെട്ട സഹാബാക്കളും ജീവൻ കൊടുത്ത്, ജീവിതം കൊടുത്ത്, സമ്പത്ത് കൊടുത്ത്, സമയം കൊടുത്ത് പരിശ്രമിച്ച് അവരെ ലോകത്തെ ഏറ്റവും മാതൃകാപരന്മാരായ മുത്തുകളാക്കി, നക്ഷത്രങ്ങളാക്കി മാറ്റിയെടുത്തത് ആ പരിശ്രമം കൊണ്ട് മാത്രമേ ലോക അവസാനം വരെയുള്ള ഉമ്മത്തിന് ഈ ഇർത്തിദാദ് രക്ഷപ്പെടാനും ഈമാൻ സംരക്ഷിക്കപ്പെടാനും ദുനിയാവിന്റെ ആഖിറത്തിന്റെ എല്ലാ വിജയങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കൂ എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വമാണ്. ഒരു മാറ്റവും നമുക്ക് nobody can change. This is a declaration from Allah subhanahu wa ta'ala. ഇത് അള്ളാഹുവിന്റെ ഖണ്ഡിതമായ പ്രഖ്യാപനമാണ്. ഈ ലോകത്ത് ഒരു ശക്തിക്കും ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയൊട്ട് ഖിയാമത്ത് മാറ്റാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചകൾ നടക്കട്ടെ. നമുക്ക് ലക്ഷ്യത്തിലേക്കുള്ള ഈ പ്രയാണത്തിൽ, ഈ യാത്രയിൽ നമുക്കെല്ലാവർക്കും കൈകോർക്കാം, ഒന്നിച്ചു മുന്നേറാം. ഈ 50-ാം വാർഷികത്തിന്റെ ഈ മഹനീയമായ ഈ സുദിനത്തിൽ, ഈ അനുഗ്രഹീതമായ ഈ സമയത്ത് ബഹുമാനപ്പെട്ട മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അർത്ഥഗംഭീരമായ ആ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കാം, ഉൾക്കൊള്ളാം. ഇൻഷാ അല്ലാഹ് ഇതൊരു ചർച്ചയായി മാറ്റേണ്ട കാര്യമല്ല, മറിച്ച് ഞാനും നിങ്ങളും നമ്മുടെ സമ്പത്തും സമയവും ശരീരം കൊടുത്ത് അള്ളാഹുവിന്റെ വഴിയിൽ ശരിയായ നഹജിൽ പ്രവർത്തിക്കാൻ തയ്യാറായാൽ 100% ഈ ഉമ്മത്ത് മടങ്ങി വരും. നമ്മുടെയും ഈമാൻ രക്ഷപ്പെടും. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ള ഈമാൻ ഉണ്ടല്ലോ, ഈമാന്റെ പരിശ്രമം നമ്മളിലും ഉണ്ടാവും. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇർത്തിദാദ് നമ്മളിലും ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഈമാൻ രക്ഷപ്പെടണം. മുഴുവൻ കുടുംബത്തിൻ്റെയും മുഴുവൻ ലോകത്തിൻ്റെയും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ നമുക്ക് ഒത്തുചേരാം. അള്ളാഹു സർവശക്തനായ അള്ളാഹു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന ഒറ്റ വാക്കിൽ ഞാൻ ആശംസിച്ചുകൊണ്ടും എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ചുകൊള്ളുന്നു. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.